അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അറഫ നോമ്പ് എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ളത്. നാളെ സൗദിയുടെ കൂടെയാണോ അതല്ല മറ്റന്നാളെ നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ് 9 പരിഗണിച്ചിട്ടാണോ എന്നുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അതിലൊന്നാമത്തെ കാര്യം, മാസം കാണുന്നത് അത് ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാവരും അത് എടുക്കണോ, അതിൽ ഓരോ പ്രാദേശിക കാഴ്ച ആവശ്യമാണോ എന്നുള്ള വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇന്ന് സ്വീകരിച്ച് കാണുന്ന ഒരു അഭിപ്രായം ഓരോ പ്രാദേശിക കാഴ്ചകളെ അവലംബിക്കുക എന്നുള്ളതാണ്. ഒരു പണ്ഡിതനും ലോകത്തെ ഒരു കാഴ്ച അനുസരിച്ചിട്ട് എല്ലാവരും അതനുസരിച്ച് നോമ്പ് ആരംഭിക്കണമെന്നോ പെരുന്നാൾ ആഘോഷിക്കണമെന്നോ എന്ന് പറയുന്നത് ഇപ്പോൾ കാണാനില്ല. പ്രത്യേകിച്ചും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി വിശദീകരണത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറഫ എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ് 9 എന്നാണോ അന്ന് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ മതിയാകുന്നതാണ്. കാരണം ഇത് പഴയ കാലത്ത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷം നമുക്ക് ഇന്റർനെറ്റ് സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളും മറ്റ് ഇതര നാട്ടിലുള്ള മുസ്ലിമീങ്ങളും ഇന്നും ഇന്റർനെറ്റ് ലഭ്യമില്ലാത്ത മുസ്ലിങ്ങളൊക്കെ അവർക്ക് മക്കയിൽ എന്നാണ് കാഴ്ച വേണ്ടത് പിറവി വേണ്ടത് എന്ന് അറിയാനുള്ള വകുപ്പില്ല. തീർച്ചയായും സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അവരുടെ നാട്ടിലുള്ള മാസപ്പിറവിയാണ് അവരവലംബിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ പിറവി അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച ആയിരിക്കും അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരിക. വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്, ഒഴിവാക്കരുത്.